ചൊല്ലാൻ വേണ്ടി എണ്ണം കണക്കാക്കി പറയാതെ നിങ്ങളെ പാകം പോലെ ചൊല്ലിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ച് ചൊല്ലിയപ്പോ ചൊല്ലിയതിന് കണക്കിലധികം അല്ലാഹു തആല കൊടുത്തില്ലേ മഹാന്മാർക്ക്. ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു തന്റെ മകനെ കാണാതിരുന്നപ്പോൾ പരാതി വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മോനെ കാണാനില്ല, എന്റെ മോനാരോ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും, ഭാര്യ വലിയ വിഷമത്തിലാണ്, ആ കുട്ടിയുടെ ഉമ്മയാണ്, ഉമ്മ വലിയ സങ്കടത്തിലാണ്, മോൻ എവിടെ പോയി എന്ന് ഒരു അഡ്രസ്സും ഇല്ല. മകൻ തിരിച്ചു വരാൻ വേണ്ടി തങ്ങൾ ദിക്ർ ചൊല്ലി കൊടുക്കുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് അധികം ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ രണ്ടുപേരും ഇശാ നിസ്കാരത്തിന് ശേഷം ദിക്ർ ചൊല്ലി. എത്രയാണോ അവർ ചൊല്ലിയ കണക്ക് അവർക്ക് തന്നെ അറിയില്ല, അത്രയും അധികം ചൊല്ലി. ഉറക്കം വരുന്നത് വരെ ദിക്ർ ധാരാളം ചൊല്ലി അവർ കിടന്നു. സുബ്ഹിന്റെ മുമ്പ് തന്നെ വീടിന് വന്ന് മുട്ടി വിളിക്കുന്നു. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കതക് തുറന്നു നോക്കുമ്പോ മകനതാ വന്നിരിക്കുന്നു. മകൻ വന്നു എന്ന് മാത്രമല്ല, മകന്റെ കൂടെ ആടുകളുണ്ട്, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഒട്ടകങ്ങളുണ്ട്. മകനെ കിട്ടാനാ ദിക്റില്ലേത്. മകനെ നീ വന്നോ? ആ വന്നു. എന്താ മുറ്റത്തൊക്കെ കാണുന്നത്? അത് ഞാൻ വന്നപ്പോ ശത്രുക്കളെ, എന്നെ അറസ്റ്റ് ചെയ്ത ശത്രുക്കളെ കുറെ ആടും മറ്റൊക്കെ അവിടെ കണ്ടിരുന്നു, ഞാൻ അതും കൂടെ തൊലിച്ചു കൂടെ, അപ്പൊ അതും കൂടെ അങ്ങോട്ട് പോന്നാണ്. നിനക്ക് അത് എടുക്കാൻ പറ്റൂല്ലേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോടൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു, നബിയെ, മകൻ മാത്രല്ല വന്നത്, കൂടെ കുറെ ആടുകളും വന്നിട്ടുണ്ട്, ആടുകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അധികം ദിക്ർ ചൊല്ലിയേ അപ്പൊ അല്ലാഹു തആല കുറച്ച് അധികം തന്നതാണ്, ഒരു ഗനീമത്തും കൂടി കിട്ടി. അത് എടുത്തോളൂ, എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റും. ദിക്ർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെയാണ്, ചൊല്ലാൻ നിർദ്ദേശിച്ചോടത്തൊക്കെ അങ്ങനെയാണ്. ഒന്നും ചുരുക്കരുത്, കുറക്കരുത്, പിശുക്കരുത്. കഴിവിന്റെ പരമാവധി രൂപഭാവം പോലെ തന്നെ ചെയ്യണം. പിശുക്ക് നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്.